ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു ഇടിവെട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ബീഫ് ഫ്രൈ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ വേണ്ട സാധനങ്ങൾ കുറച്ച് കപ്പൽ മുളകും, കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ നമ്മൾ ഒരു വലിയ ഉള്ളിയും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബീഫ് ഒന്ന് വേവിക്കണം കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് പെരുംജീരകവും ഉലുവ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ ചെറിയ തീയിൽ അടുപ്പിൽ വെച്ചാട്ടത് വേവിച്ചത്. അപ്പോൾ ആ ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും, നമ്മൾ കഴുകിയ വെള്ളം. അത് വെച്ചിത് വെന്ത് കിട്ടണം, നല്ല വെന്ത് വരും കുറച്ച് സമയം ഇങ്ങനെ ചെറിയ തീയിൽ വെക്കുമ്പോൾ. അങ്ങനെ വേവിച്ച ബീഫാട്ടോ ഇത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിലാട്ടോ വെച്ചത്. അപ്പോൾ നല്ല മൊരിഞ്ഞ് വരും ബീഫ്, അങ്ങനെ അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കപ്പൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് ചുവന്ന കളറാവുന്ന വരെ മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് ചെറുള്ളിയും പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. വേവിച്ച് വെച്ച ബീഫിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കുക. അപ്പോൾ പിന്നെ ഇതിൽ അധികം ഉപ്പിടണ്ട, കുറച്ച് ഉപ്പൊന്ന് വാടാൻ മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇടാം കേട്ടോ. ഇതൊക്കെ വാടി വന്നാൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളീൻ്റെയൊക്കെ കളർ ഒരു മഞ്ഞ കളറാവാൻ വേണ്ട. നമ്മൾ ബീഫിൽ നല്ല മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എരി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി നിങ്ങൾക്ക് ഇടാം, ഞാൻ ഇടുന്നില്ല. ഇനി ബീഫ് അതിലേക്കാണ് ഇടുക ചെയ്യുന്നത് പൊടിയൊക്കെ വാടിക്കഴിഞ്ഞാൽ. ഇനിയാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത് സ്പെഷ്യൽ കുരുമുളക് നമ്മൾ എരിവിന് പാകമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ചെറിയ തീയിലിട്ട് ഇങ്ങനെ അടുപ്പത്ത് മുരിച്ചെടുക്കാം. അപ്പം നല്ല ഫ്രൈ ആവും ചെയ്യും, അടിപൊളിയാവും. അവസാനം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ ഇടിവെട്ട് ബീഫ് വളർത്തിയത് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. അപ്പം ശരി, ടാറ്റാ.